Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. റേഡിയോ മലയാളം 98.6 സ്റ്റാർസ് ഓൺ എയർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റാർസ് ഓൺ എയർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ഡിയറസ്റ്റ് സൂരജ് എസ് കുറുപ്പാണ്. ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു അങ്ങിരിക്കുക അല്ലേ? ഹൗ ആർ യു? എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നു. ഓൾറൈറ്റ്. ഇപ്പൊ ശരിക്കും മെയിൻ ആയിട്ടുള്ള വിശേഷം തന്നെ ഇത് തന്നെയാണ്, മിണ്ടിയും പറഞ്ഞു ഇരിക്കാം. ഓൾറൈറ്റ്. ഈ ഒരു സിനിമയെ കുറിച്ചൊന്ന് സംസാരിച്ചു പോകാം. ആസ് എൻ ഓഡിയൻസ് നമുക്ക് ഈ ഒരു സിനിമയിൽ നിന്നും എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇത് നമ്മുടെ അറിയാം, മുന്നേ ഞാനും ഈ പടത്തിന്റെ ഡയറക്ടർ അരുൺ ബോസും ഞങ്ങൾ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഫിലിം ലൂക്കയാണ്. അപ്പൊ അതും ഒരു പ്രണയം ആയിരുന്നു അതിന്റെ ഒരു ബേസ്. ഇത് അപ്പം അത് കുറച്ചും കൂടെ അതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴും ഇതും പ്രണയം ആണ്, പക്ഷെ കുറച്ചുകൂടി ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു പ്രണയമാണ്. വളരെ ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ വന്ന് കാണാവുന്ന ഭയങ്കര സമാധാനപരമായ ഒരു ഫിലിം. പക്ഷെ ഭയങ്കര സുഖമുള്ള, കണ്ടു തീരുമ്പോൾ നമുക്കൊരു സുഖമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ മൊമെന്റ്സ് ഉള്ള വളരെ ഒരു ലൈറ്റ് ഫിലിമാണ്. അപ്പൊ ഈ മിണ്ടിയും പറഞ്ഞു വന്ന സിനിമ ഇതിന് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ഡയറക്ടർ അരുൺ ബോസ് കോൾഡ് യു. ഈ ഒരു സിനിമയുടെ ഓഫ് കോഴ്സ് ക്രക്സ് പറഞ്ഞിട്ടുണ്ടാവില്ല. സോ ഈ ഒരു മൂവിനെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ് ചെയ്തത് ഏതൊരു ഇമോഷണൽ സെറ്റിംഗിലായിരുന്നു? ഒന്ന് ഈ മെയിൻ ആയിട്ട്, അതായത് ഉണ്ണിയും അപർണയും ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ട്, സനലും ടീനയും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ മെയിൻ ആയിട്ട് ഈ ഉണ്ണിയുടെയും അപർണയുടെയും ക്യാരക്ടേഴ്സിന്റെ ഒരു കെമിസ്ട്രി, അവരുടെ ഒരു സംസാരങ്ങൾ, അതിനകത്ത് വരുന്ന കണ്ടന്റുകള്, സൈലൻസുകള്, അതിന്റെ പേസസ്, പിന്നെ ഇതിനിടയ്ക്കുള്ള ഒരു കാംനെസ് ഉണ്ട് ജനറലി ആ പടം. അപ്പം നമുക്ക് ഒരുപാട് ഒരു ലൗഡ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഒന്നും പറ്റാത്ത ഒരു കൺസ്ട്രക്ഷൻ ആണ് ഫിലിമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രസം ഉണ്ടായിരുന്നു അത് ചെയ്യാനൊക്കെ. അപ്പൊ അതിനോട് മാക്സിമം സിനിമയോട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കോമ്പോസിഷൻ ഒക്കെയാണ്. അപ്പം അങ്ങനെയാണത് ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലൂക്കയ്ക്ക് ശേഷം യു ഗൈസ് ആർ വർക്കിംഗ് ടുഗദർ ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റാപ്പ് ഉണ്ടായിരിക്കുമല്ലോ. സോ ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഡയറക്ടർ അരുൺ ബോസ് again? അത് ഞങ്ങള് ലൂക്ക ചെയ്യുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ അറിയാവുന്ന രണ്ടുപേരാണ്. കാരണം ഞങ്ങള് ഇൻഡിപെൻഡന്റ് മൂവി അരുൺ ബോസ് ഉണ്ട്, അദ്ദേഹം മൂവി ചെയ്തപ്പോഴും ഞാൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ പുള്ളിയുടെ അഡ്വർടൈസ്മെന്റ്സും ഡോക്യുമെന്ററീസ് ഒക്കെ ഞാൻ ഒരുപാട് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനറലി ഇൻ പേഴ്സണും വളരെ അറിയാം, ക്ലോസ് ആണ്. അപ്പം ഓരോ ഫിലിമിന്റെ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഞങ്ങള് ഈ ചായ കുടി ടൈമിലൊക്കെ ചർച്ച ചെയ്യാറുള്ള രണ്ടാൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ഈസിനെസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ഭയങ്കര എന്തിനും ഇങ്ങനെ ക്ലാരിറ്റി ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യം വരാറില്ല പുള്ളിയോട് വർക്ക് ചെയ്യുമ്പോൾ. കാരണം എപ്പോഴും നമ്മളെ ജേർണിയുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് എന്നുള്ളത്. ഇതിലെ ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ചർച്ചയായി കഴിഞ്ഞിരിക്കുന്ന രണ്ട് പാട്ടുകളാണ്. ഒന്ന് നീയെ നെഞ്ചിൽ എന്ന് പറഞ്ഞത് വിച്ച് യു ആൻഡ് മൃദുല ഒരുമിച്ച് പാടിയതാണ്. ആ പാട്ടിന്റെ ഒരു രണ്ടുപേരെ നമുക്ക് വേണ്ടി പാടിത്തരാമോ ആദ്യം? നീയേ നെഞ്ചിൽ ഞാവൽ ചുണ്ടാൽ നീലം തൊടാൻ നേരമെന്തേ താരാര ആരോ മുകിൽ നോവു തൂകി മാരൻ വണ്ടായി ഞാനോ ചെണ്ടായി ഇതൽ നൽകേ കോലങ്ങുണ്ടായി. ലിറിക്സ് ഒന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ ട്യൂൺ എന്റെ വെരി ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ട്യൂൺ ആണ്. കാരണം നമ്മളിത് കമ്പോസ് ചെയ്യുന്നത് 2022. അതെ, അപ്പൊ കുറെ മുന്നേ ആണ് നമ്മളിതിന്റെ കോമ്പോസിഷൻസും ഒക്കെ കഴിഞ്ഞത്. അപ്പോ അവിടുന്ന് പിന്നെ നമ്മളത് ഷൂട്ടൊക്കെ ഒരു പോസ്റ്റ് കോവിഡ് കഴിഞ്ഞിട്ടായിരുന്നു ഷൂട്ടൊക്കെ. കുറച്ച് സ്ലോ പ്രോസസ് ആയിട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഒരു ടോട്ടൽ ഒരു കംപ്ലീഷനിലേക്കൊക്കെ എത്തിയത്. പിന്നീട് ഒരു അവസരത്തിൽ ലിറിക്സ് ഒക്കെ ഓർത്ത് ഞാൻ പാടിത്തരാട്ടെ. ഉറപ്പായിട്ടും ഞാൻ അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ട് ഇനി. ഷാബാസിക്കായിട്ട് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹിം? അത് എക്സ്ക്ലൂസീവ്ലി ഒരു ഷബാസിക്ക് വേണ്ടി, അതായത് നമുക്ക് ഷബാസിക്കയുടെ വോയിസിൽ തന്നെ ഇത് വരണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് സുജേഷ് ഹരിയാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത് എല്ലാത്തിനും. അപ്പൊ സുജേഷ് ഇത് ലിറിക്സ് എഴുതിയതിനു ശേഷമാണ് അത് കമ്പോസ് ചെയ്തത്. സാധാരണ ഇപ്പൊ എല്ലാം നമ്മൾ ട്യൂൺ ചെയ്തതിന് ശേഷം അതുമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ ലിറിക്സ് എഴുതി പോവാറൊക്കെയാണ് പതിവ്. അപ്പൊ ഇത് കുറച്ചുകൂടി ഇതിനൊരു പോയറ്റിക് സ്വഭാവം ഉണ്ട് ആ പാട്ടിന്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഒരു മീറ്ററിങ് ഒരു പ്രാസമൊക്കെ അങ്ങോട്ട് ഒരു ഡിസ്കഷനിൽ വന്നിട്ട് പിന്നെ അദ്ദേഹം എഴുതി അതിനുശേഷം കമ്പോസ് ചെയ്യായിരുന്നു. അപ്പം
ഷബാസൊക്കെ കൊണ്ട് തന്നെ പാടിക്കണം എന്നായിരുന്നു ആഗ്രഹം. അത് സംഭവിച്ചു. അദ്ദേഹത്തിനും പാട്ട് വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പൊ പാടി വന്നപ്പോ ഷബാസക്കയുടെ വോയിസിൽ പാടി വന്നപ്പോഴത്തേക്ക് അതിനൊരു ഭയങ്കര ഒരു യുണീക്ക് ഒരു സുഖം വന്നു. ഓക്കെ, ദിസ് വാസ് മെയ്ഡ് ഫോർ ഹിസ് വോയിസ് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ ആ പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, അതിനകത്തെ ലിറിക്സ് ആണ് ആക്ച്വലി അതിന്റെ മീൻസ് മോർ ദാൻ ട്യൂൺ. അതിന്റെ ലിറിക്സ് ആണ് ഭയങ്കര കണ്ടന്റ് ഭയങ്കരമായിട്ട് ക്യാരി ചെയ്യുന്ന ലിറിക്സ് ആണ്. നമുക്ക് കൃത്യമായി മനസ്സിലാവും ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻ എന്താണ്, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകിച്ച് ആ പ്രവാസികളൊക്കെ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. ഈ മ്യൂസിക് ഇസ് സച്ച് എ മാജിക്കൽ സ്പേസ്. കാരണം ഓരോ ഇമോഷനെയും എത്ര ബ്യൂട്ടിഫുള്ളി ആണ് പാട്ടുകളിലൂടെ അല്ലെങ്കിൽ മ്യൂസിക്കിലൂടെ കൺവേ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. സോ ആസ് എ കമ്പോസർ സൂരജ് ഇപ്പം ഓരോ പാട്ടുകളും കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഏത് ഫീലിംഗ് എങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യണമെന്ന് ഹൗ ഡു യു നോ? ലൈക്ക് ഇറ്റ് ഹാസ് ടു ബി എ മെലഡി ഓർ എ ഹാർമണി ഓർ ഒരു സിംപ്ലി ഒരു സ്പേസിലൂടെ ഏത് ഇമോഷനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് ഹൗ ഡു യു യൂഷ്വലി ഫിഗർ ഇറ്റ് ഔട്ട്? അതൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണോ ഓർ ഡസ് ഇറ്റ് ഹാപ്പൻ നാച്ചുറലി? ഈ ഫോഴ്സിങ് വർക്കാവുന്ന കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സമയത്താണ്. നമുക്ക് ഭയങ്കര ഡെഡ് ലൈൻസും നമുക്ക് എപ്പോഴും ഒരു സീനുണ്ട് ഫ്രണ്ടിൽ, നമുക്ക് എപ്പോഴും അതിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊരു സ്കോറിൽ പെട്ടെന്ന് കിട്ടും. പാട്ട് എപ്പോഴും നമ്മൾ ഷൂട്ടിന് മുന്നേ കൊടുക്കേണ്ട ഒരു സാധനം ആയതുകൊണ്ട് ഈ കഥാപരമായിട്ടും പ്രത്യേകിച്ച് ഫിലിം ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇന്ന ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ, ഇന്ന ഇമോഷന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ കഥയുടെ ഒരു പശ്ചാത്തലം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ഇങ്ങനെ ഈ സിറ്റുവേഷനിൽ വരുന്ന ഒരു പാട്ടാണ് എന്നൊക്കെ പറയുമ്പോ പിന്നെ ഒബ്വിയസ്ലി മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ സംസാരങ്ങൾ വരാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ട് അത് എപ്പോഴും ഒരു ഇങ്ങനെയാണ് ഒരു ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെങ്കിൽ അത് അങ്ങനെ ഇതാണ് മുമ്പ് പറഞ്ഞ ഫോഴ്സ് നമ്മള് ഭയങ്കര ഇന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നാൽ ഇത് നടക്കാറില്ല. ചിലപ്പോ ഭയങ്കര ഇന്ന് ഇത് തീരുമാനിക്കും എന്ന് വിചാരിക്കുന്ന സമയത്തൊന്നും പാട്ടുകൾ തീരാറില്ല. ചിലപ്പോ 1-2 ദിവസം കൊണ്ട് നമ്മള് ട്രാക്ക് ചെയ്തൊരു ഒരു ഔട്ട്പുട്ടിലോട്ട് എത്താം. അങ്ങനെ എത്തിയ പാട്ടുകളും ഉണ്ട്, ദിവസങ്ങളോളം എടുത്തിട്ട് ലാൻഡ് ആയ പാട്ടുകളും ഉണ്ട്. ഡിപ്പെൻസ്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്, ഏറ്റവും കൂടുതൽ സമയം എടുത്ത് കമ്പോസ് ചെയ്ത ഒരു പാട്ട് ഏതായിരിക്കും? നീലനേരം. ആണോ? അതെ, അതാണ് ഏറ്റവും കൂടുതൽ ദിവസം ഒരു സാധനത്തിലേക്ക് എത്താൻ അങ്ങോട്ട് എടുത്തത്. കാരണം നീലനേരത്തിന്റെ ആ സാധനം എനിക്ക് ആദ്യം കിട്ടി. എന്റെ സ്റ്റാർട്ടിങ് ഉണ്ട് ആ പോർഷൻ അതിലോട്ട് ഞാൻ ഇങ്ങനെ കുറെ ടൈം എടുത്തു. പക്ഷെ അരുൺ ബോസിന്റെ ഫോഴ്സും ചെയ്യുന്നില്ലായിരുന്നു. അതേസമയം സീതാ കല്യാണം ഞാൻ 2 ദിവസം കൊണ്ട് കമ്പോസ് ചെയ്ത. അതെ, അത്ര സമയം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ അതുകൊണ്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഓരോ പാട്ടുകളും വിൽ ഡെഫിനറ്റ്ലി ബി വെരി വെരി സ്പെഷ്യൽ ടു. പക്ഷെ അതിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റുന്നത് ദിസ് ഇസ് ദ മോസ്റ്റ് ക്ലോസസ്റ്റ് ടു മൈ ഹാർട്ട് എന്ന് പറഞ്ഞ് സൂരജ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് ഏതായിരിക്കും? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സീതാ കല്യാണമാണ് എന്റെ ഒരു കാരണം കുറെ ആൾക്കാർക്ക് എന്നെ അറിഞ്ഞത്, കുറെ ആൾക്കാരിലേക്ക് എത്തിയത്, മലയാളീസ് ആയിട്ട് അല്ലാത്ത ഓഡിയൻസിലേക്ക് എത്തിയതും ഒക്കെ അറിയാവുന്നത്. ഇപ്പം അങ്ങനെയാണ് ഒത്തിരി ആൾക്കാരിലേക്ക് എത്തിയത്. അപ്പം കുറെ ആൾക്കാർക്ക് സോളോ ആണ് ഫസ്റ്റ് ഫിലിം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അത് ഒരു പോയിന്റ് ആണ് അതിന് മുന്നേ ശേഷം പോലെ. എനിക്കൊന്ന് കുറെ റീലുകളിലൊക്കെ കെപ്റ്റ് ഗെറ്റിംഗ് ഷെയർഡ് ആൻഡ് ലൈക്ക് റീൽസിലൊക്കെ ഈ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ കുറെ എനിക്കൊന്ന് ഒരു പോയിന്റിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇപ്പൊ സോങ്സ് കമ്പോസ് ചെയ്യുമ്പോഴും അതുപോലെ BGMs ചെയ്യുന്ന സമയത്തും വാട്ട് ഈസ് വൺ തിങ് ദാറ്റ് യു ട്രൈ ടു ഫോളോ? ലൈക്ക് ഒരു റൂൾ ഓർ സംതിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ആസ് എ കമ്പോസർ ദാറ്റ് യു ഹാവ്? അങ്ങനെ ഈ 2 കാര്യങ്ങളും കമ്പോസ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക്കലി ഫോളോ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? പാട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലും ഇതിലും ഞാൻ ഹാപ്പി ആയിരിക്കുക. അതിന്റെ കൂടെ അപ്പം ഒബ്വിയസ്ലി ഡയറക്ടർ എപ്പോഴും ഒരു ഡയറക്ടേഴ്സ് കോൾ ഉണ്ടല്ലോ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പം മിക്കവാറും അങ്ങനെ ഹാപ്പി ആയി വരുന്നതൊക്കെ ഡയറക്ടറിലും ഹാപ്പി ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിനകത്ത് ഹാപ്പി ആണ്. എനിക്ക് ഒന്നുകൂടെ കേൾക്കാൻ തോന്നുന്നുണ്ടോ, പിന്നെ എന്റെ മറ്റു പാട്ടുകളുമായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി നിൽക്കുന്നുണ്ടോ, ഒരു ഡിഫറൻസിയേഷൻ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് വരുമ്പം സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീർക്കുക, നമ്മുടെ അത് അതിന്റെ വർക്ക് ഫ്ലോയില് ബാധിക്കാതിരിക്കുക, അതിനെ മാക്സ് എലവേറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓവറായിട്ട് ഇങ്ങനെ മുഴച്ചു നിൽക്കരുത്, ഭയങ്കര താഴെയും പോരുത്. അപ്പൊ അങ്ങനെ ഒരു ഈക്വൽ ബാലൻസിൽ അത് കൊണ്ടുപോവാ. വിച്ച് വൺ ഇസ് മോർ ചാലഞ്ചിങ് ടു കമ്പോസ്? ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ അതോ ഒരു ഫുൾ പാട്ടാണോ? അതും അങ്ങനെ ഡിപ്പെൻഡ്സ്.
ഡിപ്പെൻസ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. എനിക്ക് അത്യാവശ്യം എനിക്ക് സ്പീഡിൽ വെച്ച് തീരാറുണ്ട്. പാട്ടുകൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരുപാട് ക്രൈറ്റീരിയസ് കിടക്കുന്നു. നമ്മളൊരു അതിന്റെ ഒരു ഇനിഷ്യൽ ലാൻഡ് ചെയ്യാൻ ചിലപ്പം ഞാൻ പറഞ്ഞ പോലെ അതും അൺപ്രഡിക്റ്റബിളാ എങ്ങനെയാണ്. ഇപ്പൊ ആസ് എ മ്യൂസീഷ്യൻ, ആസ് എ കമ്പോസർ, ഇപ്പൊ പല മ്യൂസീഷ്യൻസും അല്ലെങ്കിൽ കമ്പോസേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു പാട്ടിന് ഇൻസ്പിറേഷൻ എടുത്ത് ഇവിടെ പോയി ഇരുന്നിട്ടാണെന്നൊക്കെ. അങ്ങനെ ഡു യു ഹാവ് എ പെർട്ടിക്കുലർ സ്പേസ് ഓർ ലൈക്ക് ഒരു പ്ലേസ് ദാറ്റ് യു സിറ്റ് ഇൻ ടു ഗെറ്റ് ഇൻസ്പിറേഷൻ ഫോർ സോങ്സ്? ഇതില്ല, ഞാൻ എനിക്ക് കിട്ടുന്ന സ്ഥലത്ത് ഇപ്പൊ ഞാൻ ഇപ്പൊ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ ഇരുന്നായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സും നമ്മുടെ സ്റ്റുഡിയോ സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങളൊക്കെ നേരത്തെ പഠിക്കുന്ന സമയം തൊട്ടുള്ള ഫ്രണ്ട്സാണ് ഞങ്ങളെല്ലാം അവിടെ ഉള്ളത്. അപ്പൊ അവിടെ കംഫർട്ടബിൾ ആണ്. കാരണം ബ്രേക്കിൽ ഇറങ്ങുമ്പോഴെല്ലാം നമുക്ക് എപ്പോഴും ആൾക്കാരും വരും സംസാരിക്കാനും ഒക്കെ. പക്ഷെ വേറെ സ്ഥലത്ത് നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ ചിലപ്പോ പോയിരുന്ന് കമ്പോസ് ചെയ്തെന്നും വരാം. അത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കാരണം എന്റെ ഇനിഷ്യൽ സ്റ്റേജിലെല്ലാം എനിക്ക് നമ്മള് എറണാകുളത്തൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്കങ്ങനെ ഒരു ടേബിളൊക്കെ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ പ്രിവിലേജാണ്. അപ്പൊ എനിക്ക് എവിടെ ഇരിക്കാൻ പറ്റുന്നോ, വലിയ ശല്യം ഇല്ലാണ്ട് ഇരുന്നാൽ ഓക്കെയാണ്. ആസ് എ കമ്പോസർ, സൂരജ് എസ് കുറുപ്പിന്റെ പാട്ട് കേൾക്കുന്ന ഒരു ലിസണറിന് ആ സോങ്ങിൽ അല്ലെങ്കിൽ ആ സോങ്സിൽ നിന്നും വാട്ട് കൈൻഡ് ഓഫ് കണക്ഷൻ വേണം എന്നാണ് യുവർ ആഗ്രഹം? ലൈക്ക് ടേക്ക് അവേ ഓർ സംതിങ്? എന്തെങ്കിലും ഇമോഷൻ അതിന് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ സീതാ കല്യാണം ഭയങ്കര വിഷമമായിട്ട് കണക്ട് ചെയ്ത് മാത്രം കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര അതിനെ പോസിറ്റീവായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട്. പ്രണയത്തിന്റെ ഭാഗമായിട്ട് മാത്രം മറ്റേ അതിനെ കൺസിഡർ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും ആൾക്കാർ എന്നെ പാട്ടിലെ പെയിനാണ് ആൾക്കാർ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുകയും എന്നോട് സംസാരിക്കുകയും മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യാറ്. അപ്പൊ അത് എന്തെങ്കിലും അങ്ങനെ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത്. അത് എനിക്ക് ഐ തിങ്ക് ഐ വോണ്ട് സ്പെസിഫിക്കലി ടെൽ യു കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിലെ പാരാഗെ എന്ന് പറഞ്ഞ സോങ്, ദാറ്റ് ഈസ് ദ സോങ് ഫോർ മീ. ലൈക്ക് ഇറ്റ് ഈസ് ദെയർ ഓൺ മൈ ലൈക്ക് ട്രാവൽ പ്ലേലിസ്റ്റ്. ഞാൻ എവിടെ പോയാലും, അതിപ്പോൾ കാറിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എങ്ങനെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ദാറ്റ് സോങ് ഹാസ് ടു ബി ഹേർഡ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള തിങ് ആണ്. ഐ ഡോണ്ട് ഇറ്റ് ജസ്റ്റ് മേക്സ് ട്രാവൽ ഓൾ ദി മോർ ഫൺ ഓർ ഹാപ്പി. സൂരജ്, അത് പ്രോജക്ട്സുകളെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിച്ചു പോകാം. കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പ്രോജക്ട്? അതെ, ഇതിന് ഇപ്പം പറഞ്ഞു. പിന്നെ എന്റെ ഫസ്റ്റ് തെലുഗു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രമണി കല്യാണം എന്ന് പറഞ്ഞ ഫിലിമാണ്. വിജയ് അദിറെഡ്ഡി എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഫിലിമാണ്. അതെ, അപ്പം കൈറ്റ്സ് ക്രിയേറ്റീവ്സ് പ്രൊഡക്ഷന്റെ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്റെ ഫസ്റ്റ് മൂവിയാണ് തെലുഗു. അപ്പോ അത് ഞാനിങ്ങനെ അതിന്റെ പരിപാടികളിലാണ്. പിന്നെ മലയാളം ഫിലിംസ് നമ്മുടെ ഫ്രണ്ട്സിന്റെ തന്നെ പരിപാടികളുണ്ട്. അതൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പറയാം. കമ്മിങ് സൂൺ. ഈ തെലുഗു വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈക് ഭാഷയുടെ പ്രശ്നം വന്നിരുന്നോ? ഇല്ലില്ല, ഭാഷയുടെ പ്രശ്നം അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഇനിഷ്യലി തൊട്ട് നമ്മൾ സ്ക്രിപ്റ്റ്സ് ഒക്കെ എല്ലാം എനിക്ക് തന്നിരുന്ന സ്ക്രിപ്റ്റ്സ് എല്ലാം ഓൾറെഡി ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെയാണ് തന്നിരുന്നത്. പിന്നെ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വരുമ്പോഴും എനിക്ക് സബ് ടൈറ്റിലോട് കൂടിയിട്ടായിരുന്നു വന്നോണ്ടിരുന്നത്. പിന്നെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. അങ്ങനെയൊക്കെ തന്നെ. എന്തായാലും സൂരജ്, താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇത്ര നേരം ജോയിൻ ചെയ്ത് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. താങ്ക് യു.